വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ 3 തരത്തിലുള്ള ടക്സ് സ്റ്റിച്ച് ചെയ്യുന്ന വിധമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ടക്സിൻ്റെ പേരാണ് പിൻ ടക്സ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ള പേരും ഈ ടക്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പം ഞാനിവിടെ 1 ഇഞ്ച് അകലത്തിലാണ് ഈ ലൈൻ ഇട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവ് നമുക്കെടുക്കാം. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എത്ര ആ ടക്സിൻ്റെ വിഡ്ത്ത് എത്ര വരണമെന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ലൈൻ വരച്ചിട്ടില്ലേ, ഈ ലൈൻ നേരെ അങ്ങ് ഫോൾഡ് ചെയ്യുക. ഈ ലൈൻ നേരെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. മനസ്സിലായോ? അതായത് നമ്മുടെ ഈ ലൈന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ അപ്പം ഇതുപോലെ ആ ലൈൻ ഇട്ടിരിക്കുന്നതെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പം വേണ്ട ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടക്ക്, പിൻ ടക്ക്. അടുത്ത ടക്കാണ് സ്പേസ്ഡ് ടക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ ലൈൻ ഇട്ടേക്കുന്നത് 2 ലൈൻ തമ്മിലുള്ള അകലം 1 ഇഞ്ച്. ഈ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും തമ്മിൽ 1 ഇഞ്ച്. അതിനുശേഷം ഈ സെക്കൻഡ് ലൈനിൽ നിന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് ഗ്യാപ്പ്. എന്നിട്ട് പിന്നെ ഇത് 1. അതായത് ഈ 2 ലൈനിൻ്റെ നടുഭാഗത്തൂടെ ഇങ്ങനെ മടക്കി എന്നിട്ട് നമ്മൾ ഈ ലൈനിൻ്റെ മണ്ടയിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ഇട്ടേക്കുന്ന ഈ ലൈനിൻ്റെ ഈ 2 ലൈനിൻ്റെ നടുക്കൂടെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം വേണ്ട ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് വരുന്നത്. ഇതുപോലൊക്കെ നമ്മൾ രണ്ടാമത്തേതും ഇങ്ങനെ മടക്കി ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഈ ബാക്കി ഇട്ടിരിക്കുന്ന ലൈന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ സ്പേസ്ഡ് ടക്സ്.
അതായത് ഈ ഒരു ടച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലാണെങ്കിൽ സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ടച്ച് വരുന്നത്. ഈ അളവൊന്നും ഒരു മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ അളവ് പറഞ്ഞിട്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളിങ്ങനെ ആദ്യമത്തെ ടച്ച് രണ്ടും ചേർത്ത് മടക്കി അടിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനോട് കുറച്ച് നീക്കിയിട്ട് അടുത്തത് ഇങ്ങനെ മടക്കി ഇങ്ങനെ അടിക്കുക. പിന്നെ ഇച്ചിരിയും കൂടി നീക്കി ഇങ്ങനെ മടക്കി അടുത്തത് അടിക്കുക. അതിനകത്ത് അത്രയേ ഉള്ളൂ മനസ്സിലാകാൻ. അടുത്ത ടക്സാണ് ബ്ലൈൻഡ് ടക്സ്. അത് നമ്മൾ ആദ്യമേ അത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മളിങ്ങനെ മടക്കി ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തില്ലേ, അത് ഇങ്ങോട്ടിങ്ങനെ മാറ്റി നമ്മുടെ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് നമ്മൾ ഈ മടക്കി വെച്ചേക്കുന്ന ഈ സ്റ്റിച്ച് വന്നേക്കുന്നില്ലേ, അതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ സൈഡിൽ നിന്ന് തന്നെ ഇതിൻ്റെ നടുക്ക് ഒരു 3/4 ഇഞ്ചും അടയാളപ്പെടുത്തുക. അതായത് നമ്മളിങ്ങനെ ഫസ്റ്റ് മടക്കി അടിച്ചത് ഇങ്ങോട്ടിങ്ങനെ മാറ്റി ഇവിടെ നിന്ന് ഈ അടുപ്പിൻ്റെ ഈ സൈഡിൽ നിന്ന് ആദ്യമത്തെ ലൈന് ഒരു 3/4 ഇഞ്ച്, ഈ അടുപ്പിൻ്റെ ഇവിടെ നിന്ന് തന്നെ രണ്ടാമത്തെ ലൈൻ ഒരു 2 ഇഞ്ച്, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലൈനില്ലേ 3/4 ഇഞ്ചിൻ്റെ ഈ ആദ്യമത്തേത്, അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് രണ്ടാമത്തെ ലൈനിൻ്റെ മണ്ടേ കൊണ്ടുവരിക. മനസ്സിലായോ? അതായത് നമ്മുടെ ഈ ആദ്യമത്തെ ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ മണ്ടേ കൊണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് വരരുത്, ഈ സൈഡിലോട്ട് മാറ്റി സ്റ്റിച്ചെടുക്കുക. അതായത് ബ്ലൈൻഡ് ടക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ച് കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഈ ഫസ്റ്റ് ടക്സ് നമ്മൾ ഇങ്ങോട്ട് വെക്കുമ്പം ആ അടുപ്പിൻ്റെ മണ്ടയിലായിരിക്കണം, അങ്ങനെ അടിക്കണം.
കണ്ടോ, ഇതാണ് നമ്മുടെ ഇതുപോലൊക്കെ തന്നെ ബാക്കി അടിക്കുക. ഇപ്പം നമ്മുടെ ബ്ലൈൻഡ് ടക്സ് ഇതാണ്. അതായത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓരോ ടക്സിൻ്റെ അടിയിലായിട്ടാണ് ഓരോ ടക്സ് വരുന്നത്. അപ്പം ഒരു ടക്സിൻ്റെ അടിയിലായിരിക്കും അടുത്ത ടക്സിൻ്റെ അടുപ്പ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൈൻഡ് ടക്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ 3 ടക്സ് മനസ്സിലായല്ലോ.